ഹായ് മക്കളെ, 5ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് SS ചാപ്റ്റർ 1 ആണ് കേട്ടോ. ചാപ്റ്റർ 1ൻ്റെ പേരെന്താണ്? പീലീസ് വില്ലേജ് അല്ലേ? പീലീസ് വില്ലേജ് എന്ന് പറഞ്ഞാൽ പീലിയുടെ ഗ്രാമം അല്ലേ? അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഹേ ഫ്രണ്ട്സ്, അവർ സമ്മർ ഹോളിഡേയ്സ് ആർ അബൌട്ട് ടു എൻഡ്. അതായത് നമ്മുടെ സമ്മർ വെക്കേഷൻ കഴിയാറായില്ലേ? ബിഫോർ ദാറ്റ്, അതിന് മുമ്പായിട്ട് പീലി ഹാസ് ഇൻവൈറ്റഡ് ഹെർ ക്ലാസ്മേറ്റ്സ് ടു ഹെർ വില്ലേജ്. പീലി എന്ത് ചെയ്തു? അവളുടെ ക്ലാസ്മേറ്റ്സിനെ അവളുടെ ഗ്രാമത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പീലീസ് 4 ഫ്രണ്ട്സ് ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ്. പീലിയുടെ 4 ഫ്രണ്ട്സും പോകാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം അല്ലേ? ഫോർ ദ ട്രിപ്പ് ടു ദ വില്ലേജ്. എവിടേക്കാണ്? ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. ഡോണ്ട് യു ഓൾസോ ലൈക്ക് ടു ട്രാവൽ? നിങ്ങൾക്കും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ? ഷോൾ വി ഓൾസോ ഗോ ടു പീലീസ് വില്ലേജ് വിത്ത് ദം. അപ്പോൾ നമുക്കും എന്ത് ചെയ്യാം? അവരുടെ കൂടെ ഗ്രാമത്തിലേക്ക് പോവാല്ലേ? അപ്പോൾ നെക്സ്റ്റ് പേജ് നോക്കാം. പീലിയുടെ നാട്ടിലേക്ക് പോകുന്ന 4 ഫ്രണ്ട്സിനെയും പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. അവരാരൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ആൾ, ഐ ആം നീനു. ഞാൻ നീനു ആണ്. ഐ മൂവ് എറൗണ്ട് ഓൺ എ വീൽ ചെയർ. ഞാൻ വീൽ ചെയറിലാണ് എല്ലാ സ്ഥലത്തേക്കും പോകുന്നത്. മൈ ഹോം ഈസ് അറ്റ് ദ ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് നിയർ ദ സിറ്റി. സിറ്റിക്ക് അടുത്തായിട്ട് ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിക്കുന്നത്. ഐ ഹാവ് എ യങ്ങർ ബ്രദേഴ്സ് ഓൾസോ. എനിക്കൊരു താഴെ ചെറിയൊരു ബ്രദറും കൂടെ ഉണ്ട്. അടുത്ത ആളാരാണ്? അപ്പു ആണ് കേട്ടോ. മൈ നെയിം ഈസ് അപ്പു. മൈ ഹൗസ് ഈസ് ഇൻ എ സ്ലം ഇൻ ദ സിറ്റി. സ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ചേരി പ്രദേശമാണ് കേട്ടോ. അപ്പോൾ ചേരി പ്രദേശം എന്ന് പറഞ്ഞാൽ അടുത്തടുത്തായിട്ട് വീട്, പിന്നെ എല്ലാവർക്കും ബാത്റൂം സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. പാവ പിടിച്ച ഒരു സ്ഥലമാണ് ചേരി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ അപ്പു താമസിക്കുന്നത്. ഐ ഹാവ് ഓൺലി അമ്മ അറ്റ് ഹോം. അപ്പുവിന് ആരാണുള്ളത്? അമ്മ മാത്രമേ ഉള്ളൂ അല്ലേ? മൈ അമ്മ ഈസ് എ വർക്കർ ഇൻ എ ടെക്സ്റ്റൈൽ മിൽ. ടെക്സ്റ്റൈൽ മില്ലിൽ തുണിയൊക്കെ ഉണ്ടാക്കുന്ന മില്ലുണ്ടല്ലോ, നെയ്യുന്ന മില്ല്. അവിടെയാണ് നമ്മളെ വസ്ത്രങ്ങളൊക്കെ നൂലിങ്ങനെ ചേർത്ത് ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. അവിടെയാണ് ആരുള്ളത്? അപ്പുവിൻ്റെ അമ്മ ജോലി ചെയ്യുന്നത് കേട്ടോ. ഒരു പാവപ്പെട്ട ഫാമിലിയാണ് അപ്പുവിൻ്റെത്. പിന്നെ അടുത്ത ആളാരാണ്? മൈ നെയിം ഈസ് വിക്കി. വിക്കിയാണ്. ഐ ലിവ് ഇൻ എൻ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി. സിറ്റിക്ക് നടുക്കായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് വിക്കി താമസിക്കുന്നത്. വിക്കിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലേ ആൾ കുറച്ച് റിച്ച് ആണെന്ന്. മൈ പപ്പ ഈസ് എ ബിസിനസ് മാൻ. വിക്കിയുടെ ഫാദർ ആരാണ്? ഒരു ബിസിനസ് മാൻ ആണ് അല്ലേ? മൈ മോം റൺസ് ഹെർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. അവൻ്റെ അമ്മയാണെങ്കിലോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണ് അല്ലേ? അപ്പം ആൾ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളാണ്. 4ാമത്തെ ആളാരാണ്? ചമീലി. ഐ ആം ചമീലി. വി ആർ നേറ്റീവ്സ് ഓഫ് ആസാം. അവർ ശരിക്കുള്ള സ്ഥലം എവിടെയാണ്? ആസാമിലാണ്. മൈ മാ പപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കേരള ഫോർ മെനി ഇയേഴ്സ്. അവളും അവളുടെ അമ്മയും അച്ഛനും എല്ലാവരും കൂടെ കേരളത്തിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. വി കെയിം ടു കേരള വെൻ ഐ വാസ് 5 years old. ചമീലിക്ക് 5 വയസ്സായ സമയത്താണ് അവർ കേരളയിലേക്ക് വന്നിട്ടുള്ളത്. വി ലിവ് ഇൻ എ പ്ലേസ് വേർ പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് ലിവ് ടുഗദർ. അപ്പോൾ അവരുടേതായ ഇങ്ങനെ അസാം എന്നൊക്കെ പോലെ മറ്റു നാടുകളിൽ നിന്ന് വന്ന ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ചമീലിയും താമസിക്കുന്നത്. അപ്പോൾ 4 പേരും 4 രീതിയിലാണ് അല്ലേ? ഒരാൾ നീനു ആണെങ്കിൽ വീൽ ചെയറിലാണ്. അവൾ പിന്നെ സിറ്റിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഒരു അനിയനാണുള്ളത്. അപ്പു ആണെങ്കിൽ ഒരു പാവപ്പെട്ട സ്ഥലത്തുള്ളതാണ്, ഒരു ചേരിയിലാണ് താമസിക്കുന്നത്. അമ്മ മാത്രമേ അവനുള്ളൂ. 3ാമത്തെ ആളാണെങ്കിൽ ബിസിനസ്മാനും ആണ് അച്ഛന്. പിന്നെ ഒരു ഷോപ്പ് നടത്തുകയാണ്. അമ്മ മൊത്തത്തിൽ റിച്ചാണ്. 4ാമത്തെ ആളാണെങ്കിലോ പുറത്തുനിന്ന് വന്ന ഒരു കുട്ടിയാണ്. അസാം താമസിക്കുന്ന ഫാമിലിയാണ്. അവരിവിടെ വന്ന് തൽക്കാലം ജോലി ആവശ്യത്തിനൊക്കെ താമസിക്കുകയാണ് കേട്ടോ. അപ്പോൾ 4 പേരും 4 രീതിയിലാണ്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആസ് ദ 5th person ഇൻ ദ ഗ്രൂപ്പ് ബൈ ഡ്രോയിങ് യുവർ പിക്ചർ. ഇനി 5ാമത്തെ ആളായിട്ട് അവരുടെ കൂട്ടത്തിൽ നമ്മളും പോവുകയാണെങ്കിൽ നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പിക്ചറും അവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്ത് കൊടുക്കാം? മൈ നെയിം ഈസ് ആരാണെന്ന് പറയാം. പിന്നെ ഐ ലിവ് വിത്ത് മൈ പാരൻസ് ഇൻ അവർ ഹോം ഇൻ സിറ്റി അങ്ങനെ കൊടുക്കാം. പിന്നെ മൈ പപ്പ ആരാന്ന് കൊടുക്കാം. മൈ പപ്പ ഈസ് എ ആരാണ്, എന്താ ജോലി വെച്ചാൽ അത് കൊടുക്കാം. മൈ മദർ ഈസ് എ പിന്നെ ഹോം മേക്കർ ആണെങ്കിൽ വീട്ടുജോലിയിലാണെങ്കിൽ വേറെ പുറത്ത് ജോലിക്കൊന്നും പോകുന്നില്ലെങ്കിൽ ഹോം മേക്കർ എന്ന് കൊടുക്കാം. ഐ ഹാവ് എ ബ്രദർ. പിന്നെ ഐ ഹാവ് സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്റർ കൊടുക്കാം. അങ്ങനെ നിങ്ങളുടെ ഒരു
പ്രൊഫൈലാണ് അവിടെ ഉണ്ടാക്കേണ്ടത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻട്രഡക്ഷനാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കാം. അവിടെ നിങ്ങളുടെ പേരൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് ഹാവ് യു ഇൻട്രൊഡ്യൂസ്ഡ് യുവർ സെൽഫ്, നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞോ? ട്രൈ ടു ക്രിയേറ്റ് ആൻ എക്സ്റ്റെൻഡഡ് പേഴ്സണൽ പ്രൊഫൈൽ, അതായത് പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ ബൈ ആഡിങ് യുവർ ഹോബീസ്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലെഷർ ടൈം, ആക്ടിവിറ്റീസ്, വിഷസ് ആൻഡ് ഡ്രീംസ് അലോങ് വിത്ത് ദ ഇൻഫർമേഷൻ യു ഹാവ് ഓൾറെഡി മെൻഷേൺഡ്. യുവർ ടീച്ചർ വിൽ ഓൾസോ ഹെൽപ്പ്, നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും നെയിമൊക്കെ കൊടുക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ യൂണിറ്റ് 1 ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മളിപ്പോൾ എഴുതിയ പോലെ തന്നെ എഴുതിയിട്ട് ഐ ലൈക്ക് ഡ്രോയിങ്, ഡാൻസിങ്, അങ്ങനെ അത് കൊടുക്കാം. പിന്നെ ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ടീച്ചർ, അല്ലെ ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ ഡോക്ടർ, അങ്ങനെ കൊടുക്കാം. അടുത്തത് എന്താണ്? ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ അവർ ട്രിപ്പ്. അപ്പോൾ എല്ലാവരും ട്രിപ്പിന് റെഡി ആവുകയാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ആളെന്താ പറയുന്നത്? ടുഡേ വി ആർ ഗോയിങ് ടു അണ്ടർടേക്ക് എ ട്രിപ്പ് വിച്ച് വി ഹാവ് ബീൻ ലോങ്ങിങ് ഫോർ എ ലോങ് ടൈം. എത്രയോ കാലമായിട്ട് വിചാരിച്ച കുറേ നാളത്തെ ആഗ്രഹമാണ് അല്ലേ. എത്രയോ കാലമായിട്ട് വിചാരിച്ച ഒരു യാത്രയാണ് അവർ പുറപ്പെടുന്നതാണ് നീനു പറയുന്നത്. അറ്റ് ലാസ്റ്റ് വി ആർ ലീവിങ് ടുഡേ. അങ്ങനെ ഞങ്ങൾ ഏതായാലും അവസാനം ഞങ്ങൾ പോവുകയാണ്. ഐ ട്രൈഡ് റിയലി ഹാർഡ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം ഹോം. എത്രയോ ബുദ്ധിമുട്ടി നീനുവിന് വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം പിന്നെ കുറച്ച് കുറവുള്ള കുട്ടിയാണല്ലോ. ഇങ്ങനെയുള്ള കുറവുള്ള കുട്ടികളുണ്ടെങ്കിലും കൂടിയിട്ട് അവർക്ക് വേറെ പല രീതിയിലും ഭയങ്കര കഴിവുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആരും ഇങ്ങനെ നമ്മുടെ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും കുറവുകളുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒന്നും മാറ്റി നിർത്താതെ കൂടെ ചേർക്കണം കേട്ടോ. അങ്ങനെ ഇതുകൊണ്ട് തന്നെ യു നോ ദാറ്റ് ഐ ഡോണ്ട് നോ ഗോ എവ്രിവർ. അവൾ എവിടെയും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ വീട്ടുകാരെ കുറേ കമ്പൽ ചെയ്തതിന് ശേഷമാണ് വീട്ടുകാർ സമ്മതിച്ചത്. പിന്നെ വിക്കി എന്താ പറയുന്നത്? പപ്പ ആൻഡ് മമ്മി റിലക്റ്റൻ്റ്ലി ലെറ്റ് മീ ഗോ. പപ്പയ്ക്കും മമ്മയ്ക്കും വിക്കിയെ വിടാൻ തീരെ ഇഷ്ടമില്ല എന്നാട്ടോ പറയുന്നത്. ദേ ഡോണ്ട് അലോ മീ ടു ഗോ ടു പ്ലേസസ് ഫാർ അവേ അലോൺ. ഒറ്റയ്ക്ക് എവിടേക്കും ദൂരേക്ക് എവിടേക്കും അച്ഛനും അമ്മയും വിക്കിയെ വിട്ടിട്ടില്ല കേട്ടോ. ഐ ഹാഡ് ടു സ്ട്രഗിൾ ഹാർഡ് ടു ഗെറ്റ് കൺസെൻറ്റ്. അപ്പോൾ അവരുടെ പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ പെർമിഷൻ, സമ്മതം കേട്ടോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വിക്കി എന്നാണ് പറയുന്നത്. യു ആർ ദ ഓൺലി ഫ്രണ്ട്സ് ഐ ഹാവ് ഹിയർ. അപ്പോൾ എനിക്കാണെങ്കിലോ വിക്കിക്കാണെങ്കിൽ അവിടെ ഇവർ മാത്രമേ ഫ്രണ്ട്സ് ആയിട്ടുള്ളൂ. മമ്മി ഹാസ് സ്ട്രിക്ട്ലി ആസ്ക്ഡ് മീ നോട്ട് ടു ഈറ്റ് എനിത്തിങ് ഫ്രം ഹിയർ. ചിലവരുണ്ടല്ലോ അങ്ങനെ പറയൂലേ, ചില റിച്ച് ആയിട്ടുള്ള ഫാമിലീസൊക്കെ പറയും പുറത്തുനിന്നും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊന്നും ഒന്നും വാങ്ങി കഴിക്കരുത്. നമ്മൾ പുറത്തുനിന്ന് അറിയാത്തവരുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങി കഴിക്കരുത്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയാൽ കഴിക്കുക അല്ലേ. പക്ഷേ വിക്കിയുടെ അമ്മ പറയാണ് ഇവിടുന്ന് പോയിട്ട് ഒന്നും കഴിക്കരുത്, നിനക്കുള്ള ഫുഡ് ഞാൻ ബാഗിൽ വെക്കുന്നുണ്ട് എന്ന് പറയാണ് കേട്ടോ. അടുത്തതായിട്ട് ആരാണ്? ചമീലിയാണ്. ചമീലി എന്താ പറയുന്നത്? മാ ഈസ് ഓൾവേസ് കെയർഡ് വെറെവർ ഐ ഗോ. അമ്മയ്ക്കും അച്ഛനും എന്നെ വിടാൻ എന്താണ് അതുപോലെ തന്നെ ഒട്ടും താല്പര്യമില്ല, പേടിയാണ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹിയർ കീപ്പ് എ ഡിസ്റ്റൻസ് വൈൽ ഡീലിംഗ് വിത്ത് അസ്. ഇവരോട് എന്താണ്, ഇവർ മറ്റു നാട്ടിൽ താമസിച്ച് വന്നവരാണ്. ബംഗാളിൽ നിന്നൊക്കെ വരുന്ന ബംഗാളികളൊക്കെ അല്ലേ നമ്മുടെ നാട്ടിൽ. നമുക്ക് അവരോട് സംസാരിക്കാനും അവരോട് ഇടപഴകാനും ഒക്കെ ഒരു ചെറിയൊരു അകൽച്ചയാണല്ലോ. അതുപോലെ തന്നെയാണ് ആളുകൾ ചമീലിയോടും ഫാമിലിയോടൊക്കെ ഒരു അകൽച്ച വെച്ചിട്ടാണ് കേട്ടോ പെരുമാറുക. ഐ ഹാവ് ടോൾഡ് പീലി അബൌട്ട് ദിസ്. പീലിയോട് പക്ഷെ ചമീലി പറഞ്ഞു എങ്ങനെയാണ് എനിക്ക് വരാൻ താല്പര്യമില്ല, എല്ലാവരും ഒരു അകൽച്ച കാണിക്കും എന്നുള്ളത് പറയുമ്പോൾ ഷീ ഹാസ് അഷ്വേർഡ് ദാറ്റ് നോ വൺ ഇൻ ഹെർ വില്ലേജ്. അവളുടെ നാട്ടിൽ ആരും നിന്നെ അങ്ങനെ മാറ്റി നിർത്തില്ല എന്ന് പറയാണ് കേട്ടോ. പിന്നെ എന്താണ്? വിൽ കീപ് ഡിസ്റ്റൻസ്, അങ്ങനെ മാറ്റി നിർത്തില്ല പറയാൻ. ദാറ്റ്സ് വൈ ഐ ആം കമ്മിങ്. അതുകൊണ്ടാണ് ചമേലി വരാൻ തീരുമാനിച്ചത് തന്നെ. അടുത്തതായിട്ട് ആരാണ്? അപ്പു ആണ് അല്ലേ. അമ്മ ഡിഡിൻറ്റ് ഒബ്ജക്റ്റ് ടു. അമ്മ പ്രത്യേകിച്ച് പോകണ്ടെന്നൊന്നും അവനോട് പറഞ്ഞില്ല കേട്ടോ. ഐ ആം വെറീഡ് ദാറ്റ് ഷീ വിൽ ബി അലോൺ അറ്റ് ഹോം വെൻ ഐ ഗോ. പക്ഷേ അപ്പുവിന് എന്താ ഒരു വിഷമമുള്ളത്? അപ്പു പോയാൽ അമ്മ വീട്ടിൽ തനിച്ചാവല്ലോ എന്നുള്ള ഒരു വിഷമമാണുള്ളത്. എനിവേ പക്ഷേ സാരല്ല. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഡേ. ഒരു ദിവസത്തേക്കല്ല. ഇറ്റ് വിൽ ബി ഓൾറെഡി. ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരിക്കും എന്ന് അപ്പു സമാധാനിക്കുകയാണ്. അടുത്തതായിട്ട് ആർൻറ്റ് യു ഓൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം? ഡോണ്ട് യു ടു ഹാവ് സം കൺസേൺസ്? ഡ്രോ യുവർ സെൽഫ് ബിലോ ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ഹിയർ. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവരുടെ കൂടെ നമ്മളും കൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ കൺസേൺസ് ഇവിടെ എഴുതാനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പിക്ചർ ഇവിടെ വരയ്ക്കാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്?
ഐ ഹാവ് നെവർ ഗോൺ എനിവർ വിത്തൗട്ട് മമ്മി ആൻഡ് ഡാഡി. ഞാൻ അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ അല്ലാതെ വേറെ എവിടെയും ഇങ്ങനെ പോയിട്ടില്ല. ദേ ആർ റിയലി വെറീഡ് അബൌട്ട് മൈ ട്രിപ്പ്. അവർ നല്ല വിഷമത്തിലാണല്ലേ, നല്ല വെറീഡിലാണ്, നല്ല ആവലാതിയിലാണ് അല്ലേ. ഇറ്റ് ടുക്ക് എ ലോങ് ടൈം ടു കൺവിൻസ് ദം ഫോർ ദ ട്രിപ്പ്. ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തു അല്ലേ. ഇറ്റ്സ് നോട്ട് എ ഫെമിലിയർ പ്ലേസ് ഫോർ മോസ്റ്റ് ഓഫ് എസ്. അങ്ങനെ ആർക്കും അറിയുന്ന ഒരു സ്ഥലമല്ല കേട്ടോ പീലിയുടെ നാട്. ഐ ഹോപ്പ് വി വിൽ ഗെറ്റ് എ ഗുഡ് പ്ലേസ് ആൻഡ് സ്റ്റേ ആൻഡ് ഗുഡ് ഫുഡ്. നല്ല ഭക്ഷണവും നല്ല സ്ഥലവും ഒക്കെ താമസിക്കാൻ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഐ ഹോപ്പ് ദർ വോണ്ട് ബി എനി ഇഷ്യൂസ്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും കൂടെ വിചാരിക്കുകയാണ്. ഹൗ ഡിഡ് ദീസ് ഫ്രണ്ട്സ് ബിക്കെയിം ടു ക്ലോസ് even when they hail ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്. പല ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വന്ന ആൾക്കാരാണ് അല്ലേ. 4 ബാക്ക്ഗ്രൗണ്ട്സിൽ വന്ന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇമാജിൻ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദേ ബിക്കെയിം ഫ്രണ്ട്സ്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇങ്ങനൊരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾ ആ 4-5 ആൾക്കാർ പല സിറ്റുവേഷൻസ് വന്നതാണ്. അപ്പം നിങ്ങൾ അതൊന്ന് റോൾ പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അടുത്തതായിട്ട് ഡോണ്ട് വി മേക്ക് സം പ്രിപ്പറേഷൻസ് ബിഫോർ എവറി ട്രിപ്പ്. നമുക്ക് ഏതൊരു ട്രിപ്പിനും ഏതൊരു യാത്ര പോകുമ്പോൾ കുറേ പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ടാവില്ലേ. വി ഓൾസോ ഗെറ്റ് മെൻ്റലി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ അവർ ഡെസ്റ്റിനേഷൻ പർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, യാത്രേനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കുറേ പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. ഡോണ്ട് അവർ തോട്ട്സ് ഓൾസോ സം അലോങ് വിത്ത് ദ തിങ്സ് ഇൻ ദ ബാഗ് വിച്ച് വി സെറ്റ് ഫോർ ദ ട്രിപ്പ്. ട്രിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ബാഗൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. ലെറ്റ് സീ വാട്ട് ദേ ക്യാരി ഇൻ ദെയർ ബാഗ്സ്. നമ്മുടെ ബാഗ്സിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകുക അല്ലേ. ഓരോരുത്തരുടെ ബാഗിലും എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയാലോ. അപ്പം നമ്മുടെ ചമീലിയുടെ ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഡ്രസ്സ് ഉണ്ട്, പിന്നെ ബ്രഷ് ഉണ്ട്, പിന്നെ ബുക്കാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം ചമേലി എന്താണ് ആലോചിക്കുന്നത്? വിൽ അതേഴ്സ് സെറ്റ് മീ അസൈഡ്. എന്നെ എല്ലാരെങ്കിലും മാറ്റി നിർത്തുമോ? അതാണ് കേട്ടോ ചമേലിയുടെ വിഷമം. അടുത്തതായിട്ട് ആരാണ്? അപ്പു. അപ്പുവിൻ്റെ ബാഗിൽ എന്താ? ബാഗ് കണ്ടാൽ തന്നെ അറിയല്ലേ, ഒരു പഴയ ഒരു തുണി ബാഗാണ്. അതിൽ ആകെ ഒരു ഡ്രസ്സ് ഉണ്ട്, ഒരു പമ്പറുണ്ട്. അപ്പു എന്താ ആലോചിക്കുന്നത്? വിൽ അമ്മ ബി അലോൺ. എൻ്റെ അമ്മ ഒറ്റക്കാണല്ലോ എന്നുള്ള ഒരു വിഷമാണ് അപ്പുവിനുള്ളത് കേട്ടോ. ഓരോരുത്തരുടെ സാഹചര്യം കണ്ടില്ല. ഓരോരുത്തരുടെ ബാഗും സാധനങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഓരോരുത്തരുടെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. അടുത്ത ആൾ ആരാണ്? നീനു ആണ്. നീനുവിൻ്റെ ബാഗിൽ എന്തൊക്കെയാണുള്ളത്? ഡ്രസ്സ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, കളർ പെൻസിലുണ്ട്, കളർ ബുക്ക് ഉണ്ട്, ഡ്രോയിങ് ബുക്ക് ഉണ്ട്. അതുപോലെ ബാഗിൽ കുറച്ച് സാധനങ്ങൾ കാണുന്നുണ്ട് അല്ലേ. നീനു എന്താ ആലോചിക്കുന്നത്? ക്യാൻ ഐ വിസിറ്റ് ഓൾ ദ സൈറ്റ്സ് ദർ. അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണണം. നീനു അങ്ങനെ പുറത്തൊന്നും പോകാത്ത കുട്ടിയല്ലേ. അപ്പോൾ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണണം എന്നല്ലേ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിക്കി എന്താണ് എടുത്തു വെച്ചിട്ടുള്ളത്? വിക്കീൻ്റെ ബാഗ് തന്നെ നോക്കൂ, നല്ല അടിപൊളി ബാഗാണ് അല്ലേ. അവൻ്റെ ബാഗിൽ ഡ്രസ്സും ഫോണും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ. അവൻ എന്താ ആലോചിക്കുന്നത്? വിൽ ദർ ബി ഫെസിലിറ്റീസ് ഓഫ് ദ സിറ്റി. സിറ്റിയിലുള്ള ഫെസിലിറ്റീസൊക്കെ അവിടെ ഉണ്ടാവുമോ എന്നാണ് അവൻ ആലോചിക്കുന്നത്. അടുത്തത് എന്താണ്? വാട്ട് വിൽ യു ടേക്ക് അലോങ് വിത്ത് യു ഫോർ ദ ട്രിപ്പ്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ തിങ്ക് അബൌട്ട്? ഡ്രോ യുവർ ബാഗ് ആൻഡ് ബിലോങ്ങിങ് ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് പ്രസൻറ്റ് ദ സെയിം. അപ്പം നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ ബാഗിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എഴുതുക, നിങ്ങളുടെ ഒരു പിക്ചർ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തായിരിക്കും അന്നേരം തോട്ട് ചെയ്യുന്നതും കൂടെ ആ ഒരു മേഘത്തിൻ്റെ പിക്ചറിൽ എഴുതി കൊടുക്കുക. നിങ്ങൾ പിന്നെ എനിക്ക് എല്ലാ സ്ഥലവും കാണണം, അങ്ങനെയാണെങ്കിൽ ക്യാൻ ഐ വിസിറ്റ് ഓൾ ദ സൈറ്റ് ദർ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അത് എഴുതാം കേട്ടോ. അടുത്തതായിട്ട് ടു പീലീസ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ കാണാം. അങ്ങനെ അവർ പീലിയുടെ വില്ലേജിലേക്ക് പോവുകയാണല്ലേ. അപ്പം നീനു പറയാണ് ഷോൾ വി സിങ് എ ട്രാവൽ സോങ് ടുഗദർ. അപ്പം നമുക്കൊരു പാട്ടൊക്കെ പാടി അങ്ങനെ പോയാലോ എന്ന്. അപ്പം നമ്മുടെ വിക്കി പാടാൻ തുടങ്ങിയില്ലേ. വി ആർ ഓൺ അവർ വേ ടു സീ ദ വേൾഡ് ആൻഡ് ട്രാവൽ നിയർ ആൻഡ് ഫാർ. അങ്ങനല്ലേ. അപ്പം ഞാൻ വേറൊരു ട്രാവൽ സോങ് കൂടെ അവിടെ കൊടുക്കാം കേട്ടോ, വേണ്ടിയവർക്ക് എഴുതിയെടുക്കാം. ഇതാ താഴെ ഡു യു നോ ട്രാവൽ സോങ്സ്? കളക്ട് ആൻഡ് പ്രസൻറ്റ് ദം ആസ് ഗ്രൂപ്പ്സ് ഇൻ ക്ലാസ്. റൈറ്റ് ഡൗൺ യുവർ ഫേവറേറ്റ് ട്രാവൽ സോങ് ബിലോ. അപ്പോൾ താഴെയാണ് എഴുതേണ്ടത്. നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ട്രാവൽ സോങ് ഇവിടെ കൊടുക്കാം. പിന്നെ അടുത്ത പേജിൽ എന്താ കാണിക്കുന്നത്? പീലീസ് വില്ലേജിലേക്ക് അവരെത്തിയില്ലേ. ദാറ്റ് ഈസ് പീലീസ് വില്ലേജ്. അവർ പറയാണ് അതാ ആ കാണുന്നതാണ് പീലിയുടെ ഗ്രാമം.
അപ്പം പീലി ഇതാ വരുന്നുണ്ട്. ദർ ഈസ് പീലി, അതാ പീലി പറയും. അപ്പോൾ പീലി ചോദിക്കുകയാണ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ എ ലോങ് ടൈം, വൈ ആർ യു സോ ലേറ്റ്? എന്താ, ഞാൻ കുറേ നേരമായിട്ടല്ലോ കാത്തിരിക്കുന്നത്, എന്താ നിങ്ങൾ ഇത്ര വൈകിയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ പീലി. അപ്പോൾ എന്താണ് മറുപടി പറയുക? റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. പീലിക്ക് നിങ്ങൾ എന്താ മറുപടി കൊടുക്കുക? ഇത് ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് അത് ഇറങ്ങാൻ തന്നെ വൈകിയിട്ടുണ്ട്. പിന്നെ ട്രാഫിക് ആയതുകൊണ്ട് ടാക്സിയും വരാൻ വൈകി എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. അടുത്തതായിട്ട് എല്ലാവരോടും പീലി പറയാണ്, കം ലെറ്റ്സ് ഗോ ഹോം, നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ. പിന്നെ ഇവിടെ എന്താ അപ്പുറത്ത് എഴുതിയിട്ടുള്ളത്? വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻ എബൌട്ട് പീലീസ് വില്ലേജ്? നിങ്ങൾക്ക് പീലീൻ്റെ വില്ലേജിനെ പറ്റിയിട്ട് എന്തൊക്കെ പിന്നെ എക്സ്പെക്റ്റേഷൻ ആണുള്ളത്? ഇമാജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. നമ്മുടെ നോട്ട്ബുക്കിലേക്ക് പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രാമത്തിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? അടുത്തടുത്ത് നല്ല നല്ല വീടുകളുണ്ടാവും, കുറേ പച്ചപ്പായിട്ടുള്ള സ്ഥലങ്ങൾ, പുഴകൾ അല്ലേ. അങ്ങനെ ഒരു ഗ്രാമഭംഗിയുള്ളൊരു പിക്ചർ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക. യു ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് യുവർ ടീച്ചർ ഫോർ ഹെൽപ്പ്. ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ എക്സ്പെക്റ്റേഷൻ ആണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഇറ്റ്സ് ലുക്ക് ലൈക്ക് പീലീസ് വില്ലേജ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. നല്ല മനോഹരമായൊരു സ്ഥലമായിരിക്കും എന്നാണ് തോന്നുന്നത് അല്ലേ. ഇറ്റ് വിൽ ബി എ നൈസ് ഗ്രീൻ ആൻഡ് ക്ലീൻ പ്ലേസ്. നല്ല പച്ചപ്പുള്ളതും വൃത്തിയുള്ളതുമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. ഇറ്റ് വിൽ ബി എ പീസ്ഫുൾ പ്ലേസ്. നല്ല മനോഹരമായ നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. വി ക്യാൻ സീ ഫീൽഡ്സ് ആൻഡ് ബുള്ളോക്സ്. നല്ല പാടവും കാളകളെയും ഒക്കെ കാണാൻ പറ്റും അല്ലേ. പിന്നെന്താണ്, ദിസ് ഈസ് മൈ അമ്മ എന്ന് പറഞ്ഞിട്ട് പീലി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങളും അങ്ങനല്ലേ, നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് വന്നാൽ വീട്ടിലുള്ള ആളുകളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കൂലേ. അപ്പോൾ അമ്മ എന്ത് പറയാണ്? കം ഓൺ എവ്രിബഡി, യു ഓൾ മസ്റ്റ് ബി ടയേർഡ്. നിങ്ങളെല്ലാം ടയേർഡായിരിക്കും, ബട്ട് വാക്കിംഗ് സോ ലോങ്, കുറേ നടന്നിട്ടില്ലേ. ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് മതി എന്നുള്ളത് അമ്മ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ വിക്കി എന്ത് പറയും? ഐ ഹാവ് ബ്രോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം, ഐ വിൽ ഈറ്റ് ദാറ്റ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അത് തന്നെ കഴിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. അവൻ്റെ അമ്മ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടുന്ന് ഒന്നും ഭക്ഷണം കഴിക്കരുത് എന്ന്. അപ്പം നമ്മുടെ പീലി പറയാണ്, ഓ ഹൗ നോട്ടി ഹീസ്, ഇവൻ എന്തൊരു നോട്ടിയാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അമ്മ നമ്മുടെ വിക്കീനോട് പറയാണ്, ഡിയർ ഈസ് ഇൻ ദാറ്റ് വാട്ട് യുവർ ഈറ്റ് ഡെയിലി? ഇതൊക്കെ തന്നെയല്ലേ നീ ദിവസവും കഴിക്കുന്നത്? ട്രൈ ഈറ്റിംഗ് ദീസ്. ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്യുന്നു പറയും, ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്യുന്നു പറയാണ് കേട്ടോ. ദ റൈസ് വാസ് ഈറ്റ് ഈസ് ഫ്രം പാഡി ഗ്രോൺ ഈസ് ഇൻ അവർ ഓൺ ഫീൽഡ്സ്. ഞങ്ങളെ പാടത്ത് തന്നെ ഉണ്ടാക്കിയ നെല്ല് പിന്നെ ആണ് ഇത്, അരിയാക്കി ഞങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. വി വിൽ ഇറ്റ് അവർ സെൽസ്. ഞങ്ങൾ തന്നെയാണ് ഇതൊക്കെ തയ്യാറാക്കുന്നത്. ആൻഡ് ദെൻ ദർ ഈസ് ടാപ്പിയോക്ക. പിന്നെ കപ്പയുണ്ട്, പൂള എന്നൊക്കെ പറയില്ല, അതുണ്ട്. ദർ ഈസ് ഓൾസോ ഫിഷ് കോട്ട് ബൈ പീലീസ് ഫാദർ ഫ്രം ദ റിവർ. പീലിയുടെ അച്ഛൻ റിവറിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന മീനുണ്ട്. ഫിഷ് കറി ഈസ് മെയ്ഡ് ബൈ ഫാദർ ഹിംസെൽഫ്. ഫാദർ തന്നെയാണ് ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുള്ളതും. അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പം വിക്കി പറയാണ്, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്. ഞാൻ ഇത്രയും സ്വാദുള്ള ഭക്ഷണം കഴിക്കുന്നത് ഇതാദ്യമായിട്ടാണെന്ന് പറയാണ്. വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം. ഇങ്ങനത്തെ ഒരു സാധനങ്ങളും വീട്ടിൽ വാങ്ങാറില്ല അല്ലേ. വീട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പാക്കറ്റ് ഫുഡ്, പല മായങ്ങളും കലർന്ന പാക്കറ്റ് ഫുഡാണല്ലേ നമ്മൾ വാങ്ങി കഴിക്കുന്നത്. അപ്പോൾ അപ്പു പറയാണ്, പീലി ദിസ് ഫുഡ് ഈസ് റിയലി ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹൗ ഡെലീഷ്യസ് ഇറ്റ് ഈസ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ടേസ്റ്റ് ഉള്ളതായത്? യു ഷുഡ് ഷെയർ ദറ്റ് റെസിപ്പി. ഓക്കെ, ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണേന്ന് നമ്മുടെ അപ്പു പറയാണ് അല്ലേ. അപ്പോൾ പീലി എന്ത് പറയും? വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ്. അപ്പോൾ നമുക്ക് അച്ഛനോട് ചോദിക്കാമെന്ന് പറയാണ്. അപ്പം അമ്മ എന്താണ് പറയുന്നത്? ഫാദർ വിൽ ബി ഇൻ ദ ഫീൽഡ്, ഗോ ദ യു ഓൾ ക്യാൻ സീ അവർ വില്ലേജ് ടു. ഫാദർ പിന്നെ നമ്മൾ വയലിലാണല്ലോ, പണിസ്ഥലത്താണല്ലോ, നിങ്ങൾ അവിടേക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് പീലിയുടെ ഗ്രാമമൊക്കെ കാണുകയും ചെയ്യാമെന്ന് പറയാണ് കേട്ടോ. അടുത്തതായിട്ട് ഷോൾ വി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ. അവർ ചെന്നിട്ട് പീലിയുടെ ഫാദർ ഒരു ഇൻ്റർവ്യൂ ചെയ്ത്, ഫണ്ണി ഇൻ്റർവ്യൂ കേട്ടോ. പ്രിപ്പയർ എ ക്വസ്റ്റ്യൻസ് ഫോർ ദാറ്റ്. അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാണ്, ടീച്ചർ നിങ്ങളെ ഹെൽപ്പും ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എഴുതി കാണിക്കാം, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്കും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ ഇതിൽ പറയുന്നുണ്ട്, ഈ ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം കേട്ടോ.
അപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ ഇവിടെ ആണ് എല്ലാ ഫുഡും ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നീനു പറയാണ് നൈസ്, ഐ ടു വാണ്ട് ടു ലേൺ ടു കുക്ക് ഓൾ ദിസ്. ഇതൊക്കെ എനിക്ക് കുക്ക് ചെയ്യാൻ പഠിക്കണം എന്ന് പറയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പാർട്ട് 2 ആയിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ മക്കൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.